ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഡിസംബർ മാസത്തിൽ നമ്മുടെ പാർലമെൻറ്റ് പുതിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടോ എന്ന് വിചാരിക്കുന്നു. IPCക്ക് പകരം പുതിയൊരു നിയമം, ഭാരതീയ ന്യായ സംഹിത BNS. പിന്നീട് ഈ വർഷം, അതായത് 2024 മാർച്ച് മാസത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി. അതായത് BNS പാസ്സാക്കിയ പുതിയ നിയമം BNS ഈ വർഷം 2024 ജൂലൈ 1 മുതൽ നിലവിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് IPCക്ക് പകരം വരുന്ന പുതിയൊരു നിയമമാണ്. അപ്പോൾ അതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഏതെങ്കിലും സെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് എന്തെങ്കിലും സെക്ഷൻസ് കളഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ലോ സ്റ്റുഡൻസ് ഉണ്ട്, പൊതുജനങ്ങളുണ്ട്, വക്കീലന്മാരുണ്ട്, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ IPC എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ നിയമമാണ്. ഇംഗ്ലീഷുകാരനായ ലോർഡ് മെക്കാലെ ഡ്രാഫ്റ്റ് ചെയ്തതാണ് IPC. 1860 IPC ഇനാക്ട് ചെയ്ത് പാസ് ചെയ്യുന്നത്. നിലവിൽ വരുന്നത് 1862. അപ്പോൾ ഏകദേശം 160 കൊല്ലം പഴക്കമുള്ളൊരു നിയമമാണ് IPC അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ ഒരുപാട് ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേസ്, IPCയുടെ ബേസ് ഇപ്പോഴും പാസ് ചെയ്ത പോലെ തന്നെ അങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ IPC എന്ന് പറയുന്നത് ഒരു ശിക്ഷാ നിയമമാണ്. ഈ IPCയിൽ പല സെക്ഷനുകളിലായിട്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ എന്താണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്താലുള്ള ശിക്ഷകളും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് IPCയിലെ സെക്ഷൻ 300 മർഡർ എന്താന്ന് പറയുന്നത്. അങ്ങനെ മർഡർ ചെയ്താലുള്ള പണിഷ്മെൻറ്റ് സെക്ഷൻ 302 പറയുന്നുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ പുതിയ നിയമം, ഈ ഭാരതീയ ന്യായ സംഹിതയിൽ എന്തൊക്കെയാണ് കോറായിട്ടുള്ള മാറ്റങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് IPC ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് IPCയിൽ 23 ചാപ്റ്ററുകളിലായി മൊത്തം 511 സെക്ഷനുകളാണുള്ളത്. BNSലേക്ക് വരുമ്പോൾ ആ സെക്ഷനുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതെ, 20 ചാപ്റ്ററുകളിലായി 358 സെക്ഷൻസേ BNSലുള്ളൂ. അതായത് BNSൽ 20 ചാപ്റ്ററുകളായി 358 സെക്ഷൻസേ ഉള്ളൂ. 511 നിന്ന് ആ സെക്ഷൻ്റെ എണ്ണങ്ങൾ 358 ചുരുങ്ങിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള, ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ IPCയിലെ ചാപ്റ്റർ 2 ജനറൽ എക്സ്പ്ലനേഷൻസിനെ പറ്റി പറയുന്നത്. സെക്ഷൻസ് 6 മുതൽ 52A ഓഫ് IPC, ഇതാണ് ജനറൽ എക്സ്പ്ലനേഷൻസിനെ പറ്റി പറയുന്നത്. ഈ ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 2 പല സെക്ഷനുകളിലായിട്ട് ഓരോ ടേംസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മാൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, വുമൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കോർട്ട് ഓഫ് ജസ്റ്റിസ് കോടതി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ജഡ്ജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഡെഫിനീഷൻസ് ആണ് നമ്മുടെ IPCയിലെ ചാപ്റ്റർ 2 സെക്ഷൻസ് 6 മുതൽ 52A പറയുന്നത്. അതിൽ തന്നെ IPCയിലെ സെക്ഷൻ 8 ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. IPCയിലെ സെക്ഷൻ 8 ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ 2 ജെൻഡറെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, മാന്, വുമൺ. BNSലേക്ക് വരുമ്പോൾ അതേ സെക്ഷൻ ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 ക്ലോസ് 10 BNS സെക്ഷൻ 2 ക്ലോസ് 10 ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. മാൻ, വുമണിന് പുറമെ തേർഡ് ജെൻഡറായ ട്രാൻസ്ജെൻഡർ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ്. IPCയിൽ ട്രാൻസ്ജെൻഡറിനെ പറ്റി ഒരു മെൻഷനും ചെയ്തിട്ടില്ല. പക്ഷേ BNSലേക്ക് വരുമ്പോൾ സെക്ഷൻ 2 ക്ലോസ് 10 ജെൻഡർ എന്ന ഡെഫിനേഷൻ അവർ എക്സ്പാൻഡ് ചെയ്ത് മാൻ, വുമണിന് പുറമെ തേർഡ് ജെൻഡറായ ട്രാൻസ്ജെൻഡർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ IPCയിലെ ചാപ്റ്റർ 2 ചൈൽഡ് എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ചൈൽഡ് ഡിഫൈനേ ചെയ്യുന്നില്ല. ചാപ്റ്റർ 2 നിന്നല്ല എവിടെയും ചൈൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ BNSലേക്ക് വരുമ്പോൾ സെക്ഷൻ 2 ക്ലോസ് 3 BNS സെക്ഷൻ 2 ക്ലോസ് 3 ചൈൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതും ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ BNSൽ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ചാപ്റ്ററൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മളിങ്ങനെ വരും. ഓക്കെ, പിന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ IPCയിലെ ചാപ്റ്റർ 3 സെക്ഷൻ 53 പണിഷ്മെൻറ്റ്സിനെ പറ്റി പറയുന്നത്. IPCയിലെ ചാപ്റ്റർ 3 സെക്ഷൻ 53 പണിഷ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞാൽ IPCയിൽ 5 തരം പണിഷ്മെൻറ്റേ പറയുന്നുള്ളൂ. ഓക്കെ, BNSലേക്ക് വരുമ്പോൾ സെക്ഷൻ 4 BNS സെക്ഷൻ 4 പണിഷ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത്.
BNS 6 പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ IPC 5 പണിഷ്മെൻറ്റേ ഉള്ളൂ, പക്ഷേ BNS വരുമ്പോൾ 6 തരം പണിഷ്മെൻറ്റുകൾ, 6 ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റി സർവീസ് എന്നൊരു പണിഷ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബർ ഇല്ലേ സഞ്ജു ടെക്കി, ഇപ്പോൾ സഞ്ജു ടെക്കിനെ മറ്റേ വാഹനം മോഡിഫൈ ചെയ്തതിന് MVD പൊക്കി, എന്നിട്ട് ഒരു 14 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി സർവീസാണ് സഞ്ജു ടെക്കിക്ക് പണിഷ്മെൻ്റായി കൊടുത്തത്. അതേ കമ്മ്യൂണിറ്റി സർവീസ് സഞ്ജു ടെക്കിക്ക് കിട്ടിയ ആ പണിഷ്മെൻറ്റ് കമ്മ്യൂണിറ്റി സർവീസ് നമ്മുടെ BNS സെക്ഷൻ 4 ഒരു പണിഷ്മെൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു IPCയിലെ ചാപ്റ്റർ 2 ഈ ജനറൽ എക്സ്പ്ലനേഷൻസിനെ പറ്റി പറയുന്നത്. അതിൽ തന്നെ IPC ചാപ്റ്റർ 2 സെക്ഷൻ 10 മാൻ അല്ലെങ്കിൽ വുമൺ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 10 തന്നെയാണ് മാനും വുമണും ഡിഫൈൻ ചെയ്യുന്നത് IPCയിൽ കേട്ടോ. BNS വരുമ്പോൾ അത് 2 സെക്ഷനിലായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 ക്ലോസ് 19 BNS സെക്ഷൻ 2 ക്ലോസ് 19 മാൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. BNS സെക്ഷൻ 2 ക്ലോസ് 35 വുമൺ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാനും വുമണും IPCയിൽ ഒരു സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. BNS വന്നപ്പോൾ അത് 2 സെക്ഷനുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം IPCയിലെ ചാപ്റ്റർ 2 ജനറൽ എക്സ്പ്ലനേഷനെ പറ്റി പറയുന്നത്. പല ഡെഫിനീഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഡെഫിനീഷൻസ് എല്ലാം BNS വന്നപ്പോൾ 2ൻ്റെ അടിയിൽ, സെക്ഷൻ 2ൻ്റെ അടിയിൽ സബ് ക്ലോസുകളായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ 2 ക്ലോസ് 19, 2 ക്ലോസ് 35 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 6 to 52A വരുന്ന മൊത്തം ഡെഫിനീഷൻസ് എല്ലാം എടുത്തിട്ട് നമ്മുടെ സെക്ഷൻ 2ൻ്റെ അടിയിൽ 2 ക്ലോസ് 1, 2 ക്ലോസ് 2, 2 ക്ലോസ് 3 എന്ന രീതിയിൽ എന്ത് ചെയ്ത് സബ് ക്ലോസുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ IPCയിലെ ചാപ്റ്റർ 4 സെക്ഷൻസ് 76 മുതൽ 106 വരെയാണ് ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നത്. ജനറൽ എക്സെപ്ഷൻസ് എന്താ? ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കോടതിയുടെ മുന്നിൽ വെക്കുന്ന കുറച്ച് ജസ്റ്റിഫിക്കേഷൻസ്, എക്സ്ക്യൂസസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. 76 മുതൽ 106 വരെ. BNS വരുമ്പോൾ അത് ചാപ്റ്റർ 3 പറയുന്നത്. ചാപ്റ്റർ 3 സെക്ഷൻസ് 14 മുതൽ 44 വരെയാണ് ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 4 സെക്ഷൻ 76 മുതൽ 106 വരെ കിടന്ന സാധനത്തെ തട്ടി എവിടെ കിട്ടു? ചാപ്റ്റർ 3 14 മുതൽ 44 ഇട്ടു. അപ്പോൾ ഇതാണ് കണ്ടൊരു മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനിയും മാറ്റങ്ങളുണ്ട്, ഇനിയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്തൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ താങ്ക് യു.